ഔതക്കുട്ടിച്ചായം വന്നിട്ട് അലീനയെ കൈവെള്ളയിൽ വെച്ച് നടക്കുന്നത് കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് ബൈജുവും ആൻ്റപ്പനും പൗലോസുമെല്ലാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബൈജു പറയാണ് അലീന ആരാണെന്ന് അറിയാൻ ഒരു വഴിയുണ്ട്, തൽക്കാലം ഇപ്പോൾ അത് ആൻ്റപ്പ ചേട്ടൻ അറിയണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് നേരം എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്ന പൗലോസിൻ്റെ അടുത്തേക്ക് അലീന വരുന്നതാണ് കാണിക്കുന്നത്. പൗലോസ് ആവട്ടെ പച്ചക്കറികളും മത്സ്യങ്ങളും എല്ലാം അനാവശ്യമായി കളയുന്നതാണ് കാണുന്നത്. ഇത് കണ്ട് അലീനയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അലീന ഇതിനെതിരെ പ്രതികരിക്കുകയാണ്. പച്ചക്കറികളെല്ലാം അനാവശ്യമായി വാങ്ങി കേടുവന്ന് കളയുന്നു, ചെറിയ കുത്തുകൾ പോലുമുള്ള പച്ചക്കറികൾ ഉപയോഗിക്കാതിരിക്കുന്നു, മാംസ്യം ആണെങ്കിലാകട്ടെ അതെല്ലാം ഓരോ കഷ്ണങ്ങൾ വീതം കളയുന്നു. ഇതെല്ലാം കണ്ട് അലീനയ്ക്ക് സഹിക്കുന്നില്ല. അലീന ചോദിക്കുകയാണ്, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത്? ഇതെല്ലാം ബാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചൂടെ? അത് ശരി, എന്നിട്ട് ആര് കഴിക്കാനാ കൊച്ചേ? മുതലാളിക്ക് അതൊന്നും ഇഷ്ടമില്ല കൊച്ചേ എന്നെല്ലാം പൗലോസ് പറയാണ്. എന്നാ പിന്നെ ഇവിടുത്തെ നായ്ക്കൾക്ക് കൊടുത്തൂടെ? അവർക്കെല്ലാം വേറെ ഫുഡാണ് കൊടുക്കുന്നത്. ഇവിടെയുള്ള ജോലിക്കാർക്കെങ്കിലും കഴിക്കാലോ. അതൊക്കെ ചൂടാക്കി എടുക്കാനൊക്കെ ഭയങ്കര പാടാ. എന്തൊക്കെ പണിയുണ്ടെന്നറിയോ ഇവിടെ? അതിനൊന്നും സമയമില്ല കൊച്ചേ. അതിന് പൗലോസ് ചേട്ടന് ഇവിടെ ആഹാരം വെച്ചാൽ മാത്രം മതിയല്ലോ, ബാക്കി ജോലികൾക്കൊക്കെ വേറെ സർവൻസ് ഉണ്ടല്ലോ. പിന്നെ എന്താ പ്രശ്നം? കൊച്ചെന്തിനാ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ തലയിടുന്നത്? ഇവിടെ വർഷങ്ങളായി ഞാൻ തന്നെയാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്, യാതൊരു പ്രശ്നവുമില്ല. പിന്നെന്താ? മുതലാളിക്കാണെങ്കിലോ ഒരു പ്രശ്നവുമില്ല. പിന്നെന്താ കൊച്ചേ? അതൊന്നും പോരല്ലോ പൗലോസ് ചേട്ടാ. പൗലോസ് ചേട്ടൻ ഇവിടെ കളയുന്ന വേസ്റ്റ് എത്രയോ സ്ഥലത്ത് കുഞ്ഞുങ്ങൾ ആഹാരം പോലും കിട്ടാതെ കഴിയുന്നു. ഓരോ അനാഥാലയങ്ങളിലും ഓരോ വൃദ്ധരും കുഞ്ഞു മക്കളും ഒന്നും ഇത് കിട്ടാതെ ഇരിക്കുന്നതല്ലേ. ആ സമയത്താണ് പൗലോസ് ചേട്ടൻ ഇത്രയും വേസ്റ്റ് ഇവിടെ കളയുന്നത്. വേസ്റ്റ് അല്ല ഇതൊന്നും. കണ്ടില്ലേ ഓരോ മീനുകളും മുറിച്ചിട്ടേക്കുന്നത്? ഈ സമയത്ത് അങ്ങോട്ട് ഔതപ്പച്ചൻ വരികയാണ്. അപ്പോൾ ഔതപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്താ ഇവിടെ ഒരു വാക്കുതർക്കം നടക്കുന്നത്? ഒന്നുമില്ല വല്യപ്പച്ച, പൗലോസ് ചേട്ടനോട് ആറ് സാധനങ്ങളൊന്നും നാശാക്കല്ലേ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ മോളിതിലൊന്നും ഇടപെടണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ മോളെ. അപ്പച്ച, ഇവിടെ ആര് ഭക്ഷണം കളഞ്ഞാലും ഞാനത് എതിർക്കും. അത് ഇവിടുത്തെ മുതലാളിയാണെങ്കിലും അതെ. കാരണം ഞാനത് അനുഭവിച്ചതാ. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടി ഞാൻ ഒത്തിരി നേരം കാത്തിരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. അന്നം ദൈവമാണെന്ന് അപരിചിതമാമി ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ആയത് ഔതപ്പച്ചൻ അലീനയെ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. പൗലോസ് ആണെങ്കിലോ ആ സമയത്തും അടുക്കളയിൽ നിന്ന് ആമർശം തീരാതെ ഇങ്ങനെ വായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ബൈജു ചോദിക്കുന്നുണ്ട്, രണ്ടെണ്ണം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാന്നില്ലേ പൗലോസ് ചേട്ടാ? ഞാൻ പറഞ്ഞു, വല്ലതുണ്ടെങ്കിലേ മുതലാളിയോട് പോയി പറയാൻ പറഞ്ഞു. എന്നെ ഭരിക്കാൻ വരണ്ട എന്ന് ഞാൻ പറഞ്ഞു. പട്ടികളെ നോക്കുന്ന രാജപ്പൻ ഈ സമയത്ത് ചോദിക്കുകയാണ്, അല്ല അവസാനം അവൾ നമുക്ക് തന്നെ ഭാര്യയാവോ പൗലോസ് ചേട്ടാ? അപ്പോൾ ബൈജു പറയാണ്, മിക്കവാറും. അല്ല അങ്ങോട്ട് നമുക്കൊരു ഭാര്യ തിരിച്ചു വെച്ചു കൊടുത്താലോ? രാജപ്പൻ ചോദിക്കുകയാണ്, അതിന് എങ്ങനെ? ഇത് മുതലാളിയുടെ ആരാണെന്ന് അറിയാതെ എങ്ങനെയാ? ഇത് നമുക്ക് തന്നെ മണി കിട്ടിയാലോ തിരിച്ച്? ബൈജു പറയാണ് പൗലോസിനോട്, എന്തായാലും ഒരു പരാതി കൊടുത്തിരുന്നത് നല്ലതാ. മുതലാളിയുടെ അടുത്ത് ചെന്ന് നീ ഇതെല്ലാം പറയുന്നുള്ള കാര്യമൊക്കെ പറയണം കേട്ടോ. അത് ശരിയാ, എന്തായാലും പറഞ്ഞേക്ക് എന്ന് രാജപ്പനും പറയാണ്. സ്റ്റാൻലി പുറത്തു പോയി വന്ന സമയം നോക്കി പൗലോസ് ചെല്ലാണ് കേട്ടോ സ്റ്റാൻലിയുടെ അടുത്തേക്ക്. അപ്പം തന്നെ സ്റ്റാൻലിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിരിക്കുന്നു. എന്താ പൗലോസേ? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. അല്ല, ആരും എന്നെക്കുറിച്ച് ഒരു കുറ്റം പറഞ്ഞതുവരെ കേട്ടിട്ടില്ല, മുതലാളി പോലും. പക്ഷേ ഇന്നലെ ആ പെൺകുച്ച് എന്നെ ഭരിക്കാൻ വന്നു. ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ മുതലാളി ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഞാനിവിടെ നിന്ന് പൊക്കോളാം. നീ അലീനയുടെ കാര്യമാണോ പറയുന്നത്? അതെ, അത് തന്നെ. പറയ്, അവൾ എന്താ ചെയ്തേ? ചീഞ്ഞ പച്ചക്കറിയെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ വലിച്ചെറിഞ്ഞു. അതെല്ലാമാണോ ഇവിടെ ഉപയോഗിക്കേണ്ടത്? അതിനെല്ലാമാണ് അലീന എന്നെ ഭരിക്കാൻ വന്നത്. പിന്നെ ബാക്കി ഭക്ഷണം ഇവിടുത്തെ സർവൻസ് കഴിക്കണം അത്രേ. അതെല്ലാം ആണോ ഇവിടുത്തെ ചിട്ടകൾ എന്നെല്ലാം സ്റ്റാൻലിയോട് പൗലോസ് പറയാണ് കേട്ടോ. പിന്നീട് സ്റ്റാൻലി അത് അലീനോട് ചോദിക്കുകയാണ്, എന്താ ഇവിടെ വഴക്കുണ്ടായോ അടുക്കളക്കാരുമായിട്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വഴക്കൊന്നും ഉണ്ടായില്ല പപ്പ, ഞാൻ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നതിന് എതിരെ പറഞ്ഞു എന്ന് മാത്രം, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നീ എന്തിനാ ഇവിടുത്തെ ജോലിക്കാരുമായി പ്രശ്നത്തിനും മറ്റും പോകുന്നു? അത് നമുക്ക് നാണക്കേടല്ലേ മോളെ? അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, നീ ആ ഭാഗത്തേക്ക് നോക്കാനേ പോകണ്ട. വെറുതെ ഭക്ഷണം എല്ലാം കളയുന്നത് കണ്ടിട്ടാണ് പപ്പ അതെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ അത് ഒന്നും നോക്കാൻ പോകണ്ട മോളെ. അത് കുട്ടിച്ചായും പറയാണ്, ഞാനും അത് തന്നെയാണ് അവളോട് പറഞ്ഞത്. എന്നാൽ അലീന ഒന്നും പറയാതിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അന്ന് രാത്രി ഒന്നും അലീന അടുക്കളയിൽ കയറില്ല. പിന്നെ പിറ്റേ ദിവസം അലീന അടുക്കളയിൽ കയറാണ്. ഈ സമയത്ത് ബൈജുവും അതുപോലെ ആൻ്റപ്പനും ഫിഷും എല്ലാം വാങ്ങി തിരിച്ചു വരികയാണ് കേട്ടോ. ബൈജു അലീന കേൾക്കെ പൗലോസിനോട് പറയാണ്, സ്കെയിലും മറ്റും എടുത്ത് മീൻ അളന്ന് മുറിക്കണേ എന്നല്ല അലീനയെ നോക്കിക്കൊണ്ട് കേട്ടോ. അതിനിടയിൽ പൗലോസ് ചെയ്തുകൊണ്ടിരുന്ന പണി അവിടെ നിർത്തിക്കൊണ്ട് അലീന കാണെ മീന് ഒരു വെട്ടം കണ്ട് വെട്ടാണ്. അതിൽ കുറേ കഷ്ണം നല്ല ഭാഗങ്ങൾ പോവുകയാണ് കേട്ടോ. അത് അതേ പാടെടുത്ത് വേസ്റ്റിലിടാണ് പൗലോസ് ചെയ്യുന്നത്. ഇതെല്ലാം കണ്ട് അലീന നിൽക്കുകയാണ്. എന്നാൽ അത് കണ്ടതും അലീന രണ്ട് കൈ കെട്ടി. അലീന അങ്ങനെ ചെയ്താൽ അലീന ഭയങ്കര കർശനമായി നിൽക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ അലീനനെ അറിയുന്നത് ബബിത മാമിക്കും അതുപോലെ രേവതിക്കുട്ടിക്കും മാത്രമേ കേട്ടോ അങ്ങനെ ഒരു അലീനയെ അറിയുള്ളൂ. എന്നിട്ട് അലീന പറയാണ്, പൗലോസ് ചേട്ടാ, ആ വേസ്റ്റ് ഇട്ട ആ മീന് അതെടുത്ത് ഇവിടെ വെക്ക്, ഈ സ്ലാബിൻ്റെ മുകളിൽ.
എന്ന് പറയാണ്. എന്നാൽ പൗലോസ് കേൾക്കാത്ത ഭാഗത്തിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്ത് പൗലോസ് ചേട്ടാ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, ആ മീനെടുത്ത് ഇവിടെ വെക്കാനാണ് പറഞ്ഞത് എന്ന് കുറച്ച് കർശനമായിട്ട് തന്നെ അലീന പറയാണ്. ഇതെല്ലാം കേട്ട് അവിടേക്ക് സ്റ്റാൻലിയും അതുപോലെ തന്നെ ഔതപ്പച്ചനും വരികയാണ് കേട്ടോ. സ്റ്റാൻലി ചോദിക്കുകയാണ്, എന്താ ഇവിടെ പ്രശ്നം? അപ്പോൾ അലീന അതിന് മറുപടി പറയാതെ പൗലോസിനെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയണം, പൗലോസ് ചേട്ടനോട് ഞാൻ എന്താ പറഞ്ഞത്, അതെടുത്ത് ഇവിടെ വെക്കാനല്ലേ. പൗലോസ് ചേട്ടൻ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇവിടുത്തെ ജോലി മതിയാക്കി പോകുകയാണോ, ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ നടക്കുള്ളൂ എന്നൊക്കെ അലീന കർശനമായി തന്നെ പറയാൻ കേട്ടോ. എൻ്റെ പപ്പയുടെ പൈസ അനാവശ്യമായി കളയാൻ ഞാൻ സമ്മതിക്കില്ല. അതുപോലെ തന്നെ എൻ്റെ പപ്പയ്ക്ക് വെച്ച് വിളമ്പാനൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഒരു 25 പേർക്ക് വെക്കാനും എനിക്ക് വയ്ക്കും. ഇതെല്ലാം കേട്ടിട്ട് ആൻ്റപ്പനും ബൈജുവും പൗലോസും എല്ലാം അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അലീന എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് തൻ്റെ പപ്പയെ പപ്പ എന്ന് വിളിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഔതപ്പച്ചൻ ചോദിക്കുകയാണ്, ഇപ്പം മനസ്സിലായോ അവൾ ആരാണെന്ന്? അതെ, എൻ്റെ മൂത്ത മകൻ ലാലിച്ചൻ്റെ മൂത്ത മകൾ അലീന, അതാണ് അവൾ എന്നൊക്കെ ഔതപ്പച്ചൻ പറയാണ് കേട്ടോ. പിന്നീട് സ്റ്റാൻലി അലീനയോട് ചോദിക്കുകയാണ്, നീ എന്തിനാ അവരുടെ അടുത്ത് തർക്കിക്കാൻ പോയത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന്, നീ എന്തിനാ അതെല്ലാം നോക്കാൻ പോയേ എന്നൊക്കെ പറഞ്ഞ് അലീനയെ ചോദ്യം ചെയ്യാണ് കേട്ടോ. ആ സമയത്ത് അലീന പറയാണ്, പപ്പ അത് പപ്പയുടെ പൈസയാണ് ഈ വേസ്റ്റ് ആക്കുന്നത്, അനാവശ്യമായിട്ടാണ് അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പറയുകയാണ്. പപ്പ എനിക്ക് കൈകാര്യം ചെയ്യാൻ തരുമോ? ഞാനത് ഒരു മാസം കറക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിനെനിക്ക് ഇവരിവിടെ ഇപ്പോൾ ചെയ്യുന്ന ജോലിക്ക് എത്ര ക്യാഷ് കളഞ്ഞു കുളിക്കുന്നുവോ ആ ഒരു ക്യാഷ് ഞാൻ കുറച്ച് കാണിച്ചു തരാം. ആ പൈസ എനിക്ക് ഒരു മാസം ശമ്പളം പോലെ തായോ പപ്പ എന്നൊക്കെ പറയാൻ കേട്ടോ. നിനക്ക് എത്ര ക്യാഷ് വേണം അത് ഞാൻ തരാം, എന്തിന് നീ ഇതൊക്കെ ഏറ്റെടുക്കുന്നത്, നീ ആ ഭാഗം ചിന്തിക്കേണ്ട എന്നൊക്കെ സ്റ്റാൻലിയും പറയാണ്. നീ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലെങ്കിൽ അവർക്ക് എന്താ തോന്നുക, എന്നെ നിനക്ക് അനുസരണ ഇല്ല എന്നല്ല, എല്ലാവരും ഞാൻ പറഞ്ഞത് കേൾക്കുന്നവരാണ്, പക്ഷെ നീ മാത്രം ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ മുമ്പിൽ എനിക്കൊരു വിലയില്ലാതാവില്ലേ എന്നെല്ലാം സ്റ്റാൻലി പറയാണ് കേട്ടോ. അങ്ങനെ തർക്കിച്ച് അവസാനം അലീന പറയാണ്, ഞാൻ പറയുന്നത് കൊണ്ട് പപ്പ ക്ഷമിക്കണം, എങ്കിലും ഞാൻ പറയാണ്, പപ്പ ഇവിടെ ഇതുപോലെ നല്ല നല്ല ഊണുമേശകളിലും നല്ല ഭക്ഷണങ്ങളും കഴിച്ചിരിക്കുമ്പോൾ ഇത്രയും വർഷം അനാഥാലയത്തിൽ ഒരു പിഞ്ചു കുഞ്ഞ് ഒരു ഭക്ഷണം പോലും കിട്ടാതെ അതിനുവേണ്ടി കാത്തിരുന്ന നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് ഒത്തിരി പപ്പമാരുടെ ഇതുപോലത്തെ മക്കൾ എത്ര പേർ അനാഥാലയത്തിൽ ഒരു തരി ഭക്ഷണം പോലും കിട്ടാതെ കഴിയുന്നുണ്ട് എന്ന് പപ്പയ്ക്ക് അറിയാമോ എന്നെല്ലാം ചോദിച്ച് അലീന സ്റ്റാൻലിയെ വായടപ്പിക്കുകയാണ് കേട്ടോ. അവിടെ വെച്ചാണ് കേട്ടോ തീരുന്നത്. നെക്സ്റ്റ് എപ്പിസോഡുമായി വീണ്ടും വരാം.